ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഥൂസ് വേൾഡിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ജമ്മുവിലെ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ആ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇതാണ് യാത്രാ രജിസ്ട്രേഷൻ കാർഡ് കേട്ടോ. നമ്മൾ വൈഷ്ണോ ദേവിയിലേക്ക് എൻ്റർ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ആധാർ കൊടുത്തിട്ട് നമ്മൾ എടുക്കുന്ന ഒരു കാർഡാണ്. ഇത് തികച്ച് സൗജന്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാർഡ് നമ്മൾ കഴുത്തിലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാൻ. ഇതാണ് നമ്മൾ പോകുന്ന വഴി. അപ്പം നമ്മൾ എന്തായാലും നടന്ന് തന്നെയാണ് കയറാൻ തീരുമാനിച്ചത്. വേറെ കുതിരയോ ഡോഗിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. അതുപോലെ നമ്മൾ ഈ പോകുന്ന വഴിയിൽ ആ ഒരു ഓപ്ഷനും ഇല്ല കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, അതൊക്കെ ഉള്ളത് മറ്റൊരു വഴിയിലാണ്. അതിലെയാണ് മെയിനായിട്ടും എല്ലാവരും കയറി പോകുന്നത്. ഈ ഒരു സ്ലോപ്പ് വഴി പോകുന്നത് വളരെ ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഇത്രയും ദൂരം ഞാൻ നടന്നിട്ടുള്ളൊരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ഇതുവഴി പോയപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ പതുക്കെ പതുക്കെ സംസാരിച്ചും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ക്ഷീണമൊന്നും തോന്നിയില്ല കേട്ടോ. ഈ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ നേരത്തെ വഴിമാറി കയറി പോയത്. എന്ത് ഭംഗിയല്ലേ അവിടെയൊക്കെ കാണാൻ, നല്ലൊരു ഗ്രാമം. അപ്പോൾ നമ്മളിങ്ങനെ കയറി പോവാണ് കേട്ടോ. അപ്പോൾ കയറി പോയപ്പം കണ്ട കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് കയറും തോറും താഴത്തെ കാഴ്ചകൾ ഇങ്ങനെ ചെറുതായി ചെറുതായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ട്രെയിൻ പോകുന്നുണ്ടോ, ട്രെയിൻ പോകുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ആ വടിയുണ്ട്. നമ്മളിങ്ങനെ കയറി പോയപ്പോൾ എൻ്റെ മോൾക്ക് ഇറങ്ങി വന്ന ഒരാൾ കൊടുത്തതാണ് കേട്ടോ ആ വടി. ഈ കയറുന്ന എല്ലാവരും ഇത് അവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ആ വടിയിൽ പിടിച്ച് കയറുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പം നമ്മളിങ്ങനെ കയറി വരുന്ന കണ്ടുകൊണ്ട് നമുക്ക് ഒരാൾ തന്നതാണ് കേട്ടോ ഇത്. അങ്ങനെ മോൾ അത് വാങ്ങിച്ച് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഈ വന്ന വഴിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് സ്ഥലത്ത് ഒന്നും മതിലൊന്നും ഇല്ലാത്തൊരു ഭാഗം കണ്ടു കേട്ടോ. അവിടെ താഴോട്ട് നോക്കുമ്പോൾ നല്ല താഴ്ചകളായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അവിടെ എന്താണെന്ന് ഒന്നും കാണാൻ വയ്യ, അത്രയ്ക്ക് ഇരുട്ടാണ് കേട്ടോ. ഒരുപാട് ദൂരം നടന്നിങ്ങനെ വന്നു. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ സൈഡിലും നല്ല പോലെ നീറ്റ് ആൻഡ് ക്ലീനുമാണ്. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, കുടിവെള്ളം ഉണ്ട്. പിന്നെ ഒരു 5 കിലോമീറ്ററിനകത്ത് തന്നെ നമുക്ക് അവിടെ ലങ്കറുണ്ട് കേട്ടോ. എൻ്റെ ബാക്കിൽ കാണുന്ന ആ മലയുടെ മുകളിലേക്കാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. കണ്ടോ, ഇതാണ് ലങ്കർ. നമുക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ ഫ്രീ ആണ്. 24 മണിക്കൂറും അവിടെ ഫുഡുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നടന്ന് ക്ഷീണിച്ച് വന്നാലും നമുക്ക് വെള്ളത്തിനോ ആഹാരത്തിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. ടോയ്ലറ്റ് ഉണ്ട്, ടോയ്ലറ്റൊക്കെ നല്ല ക്ലീനാണ്. എപ്പോഴും ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഏകദേശം ഒരു 8-9 മണിയായി കാണും. ആ ഒരു ടൈമാണ് കേട്ടോ. മക്കളൊക്കെ ക്ഷീണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും. അങ്ങനെയൊക്കെയാണ് നടന്നത് കേട്ടോ. അവരെടുക്കാനൊന്നും നമ്മൾ നിന്നില്ല. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ. അതുകൊണ്ട് അവർക്ക് ക്ഷീണമെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് അവിടെ ഈ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്കായിട്ട് ആ ഭാഗത്തായിട്ടൊക്കെ നമ്മൾ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ അറിയാം. ഈ ഒരു ഭാഗത്ത് അധികം തിരക്കില്ല. പക്ഷേ ഇവിടേക്ക് എത്തിയപ്പോൾ കേട്ടോ കുറേ ദൂരം കഴിഞ്ഞിട്ടാണ് ഇതൊന്നും. ഈ കൊണ്ടുപോകുന്നതൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. അതിന് നമ്മൾ കാശ് കൊടുക്കണം കേട്ടോ. അത് നമ്മൾ എത്ര രൂപയാണെന്ന് പറഞ്ഞ് അവർ പറയുന്ന റേറ്റിന് അവർ ടോപ്പിൽ കൊണ്ട് എത്തിച്ചു തരും. പക്ഷെ അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. മക്കൾ നടക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് നടന്ന് കയറിയത്. ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഇരിക്കാനുള്ള സ്ഥലങ്ങളും പിന്നെ സ്നാക്സ് കിട്ടുന്നതും ചായ അങ്ങനെയില്ല. നമുക്ക് ഫുഡിനാവട്ടെ വെള്ളത്തിനാവട്ടെ ഒരു ബുദ്ധിമുട്ട് എല്ലാം അവിടെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ടോയ്ലറ്റൊക്കെ ഫ്രീ ആണ്. ടോയ്ലറ്റിലൊന്നും നമുക്ക് ക്യാഷ് കൊടുത്ത് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ വെള്ളം ഫ്രീ ആണ്, ഫുഡ് ഫ്രീ ആണ്. പിന്നെ ഇടയ്ക്കുള്ള സ്നാക്സ്, ചെറിയ ചെറിയ ഷോപ്സ്, അവിടെയൊക്കെ നമ്മൾ കാശ് കൊടുത്ത് നമുക്ക് വേണ്ട കൂൾ ഡ്രിങ്ക്സ് അങ്ങനെയൊക്കെ ഉള്ള വാങ്ങിക്കാം. നമ്മൾ ഏകദേശം കുറച്ചധികം ദൂരം ഒരു 7-8 കിലോമീറ്റർ എത്തിയപ്പോഴേക്കും 10:30 മണിയായിട്ടുണ്ട്. ആ ഒരു ടൈമിൽ അത്യാവശ്യം നല്ല തിരക്കായി കേട്ടോ. അപ്പോൾ അതായത് ഈ 2 വഴിയും വന്ന് ജോയിൻ ചെയ്യണം ആ ഭാഗത്തൊക്കെ ആയപ്പോൾ നല്ല തിരക്കായി. പിന്നെ ഇതുണ്ട് ഇടയ്ക്ക് മക്കൾക്ക് നല്ല ക്ഷീണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ ഇരുന്നതാണ് കേട്ടോ. കുറച്ചധികം സമയം അവിടെ ഇരുന്നിട്ട് നമ്മൾ പിന്നീടാണ് യാത്ര തുടർന്നത്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഒന്ന് തീർന്നായിരുന്നു നമ്മളെ കയ്യിൽ. അപ്പോൾ ആ വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടി നിന്നത്. അവിടെ ഒരു ദോശ കിട്ടുന്നൊരു കടയുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരായി. നല്ല അങ്ങോട്ട് പോകുന്തോറും നല്ല തിരക്കുള്ള സ്ഥലമായി വരുന്നതാണ് കേട്ടോ. പിന്നെ മലമുകളിലേക്ക് കയറും തോറും നല്ല തണുപ്പും തുടങ്ങി കേട്ടോ. രാത്രിയാകും തോറും നല്ല തണുപ്പായിരുന്നു. എല്ലാവരും നല്ല ക്ഷീണിച്ച് വരികയാണെങ്കിൽ ആ ദേവിയെ കാണാനുള്ള ഒരു ഇതുണ്ടല്ലോ, അവിടേക്ക് പോകുന്ന ആ ഒരു അനുഗ്രഹത്താൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇഷ്ടം, നമുക്ക് പ്രാർത്ഥനയുള്ളത് കൊണ്ട് നമുക്ക് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ക്ഷീണം വരുമ്പോൾ നമുക്ക് എവിടെ വേണോ ഇരിക്കാനോ ഒരുപാട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് കേട്ടോ. വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ് കേട്ടോ. ഈ ഒരു കാർഡ് ഞാൻ പറഞ്ഞില്ലേ, യാത്രാ കാർഡ് എടുക്കുന്നത് പോലും നമുക്ക് സൗജന്യമാണ്. നമ്മൾ ആധാർ കാർഡ് കൊടുത്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ അതേസമയം നമുക്ക് ഈ നടന്നു ഇപ്പം നമ്മൾ നടന്നാണ് കയറിയത്. അതുപോലെ നടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഹെലികോപ്റ്റർ സൗകര്യമുണ്ട്, അതുപോലെ റോപ്പ് വേ ഉണ്ട്, അങ്ങനെയുള്ള പിന്നെ ഡോഗി
പിന്നെന്താ കുതിര, ഈ ഒരു സൗകര്യം. പക്ഷെ ഇതൊക്കെ നമുക്ക് പൈസ കൊടുത്ത് വേണം ചെയ്യാനായിട്ടോ. അപ്പോൾ അതിനൊക്കെ പ്രത്യേകിച്ച് റേറ്റ് ഉണ്ട്. ഹെലികോപ്റ്റർ യാത്ര, റോപ്പ് വേ, പ്രത്യേക പൂജകൾ തുടങ്ങിയ സേവനങ്ങൾ ഉപയോഗിക്കാൻ നിശ്ചിത നിരക്കുകൾ നമുക്ക് നൽകേണ്ടതുണ്ട്. യാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാ തീർത്ഥാടകരും ആദ്യം തന്നെ യാത്രാ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ആധാർ കൊടുത്തിട്ട് എടുക്കുന്ന അതാണ് യാത്രാ രജിസ്ട്രേഷൻ കാർഡ്. അപ്പോൾ ഇതും തികച്ചും സൗജന്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ലിപ്പ് നമുക്ക് തികച്ചും സൗജന്യമാണ്. അപ്പം നേരത്തെയും ഇത് നമുക്ക് ബുക്ക് ചെയ്ത് വെക്കാം. നമുക്ക് അവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവർ നൽകുന്നുണ്ട് കേട്ടോ. അതുപോലെ ഹെലികോപ്റ്ററിൻ്റെ ചാർജ് എന്ന് പറയുമ്പോൾ കട്ര മുതൽ സഞ്ചിച്ചാത്ത് വരെ ഒരാൾക്ക് വൺ വേ യാത്രയ്ക്ക് ഏകദേശം 2320 രൂപ മുതലാണ് ആരംഭിക്കുന്നത്. അതുപോലെ റോപ്പ് വേ ആണെങ്കിൽ നമ്മൾ വൈഷ്ണോദേവി ഭവൻ മുതൽ ഭൈരവബാബ ഭവൻ വരെ ഒരാൾക്ക് പോയി വരാനുള്ള നിരക്ക് 100 രൂപയാണ് കേട്ടോ. പിന്നെ ബാറ്ററി കാർ സർവീസും ഉണ്ട്. അതിൻ്റെ നിരക്ക് എന്ന് വെച്ചാൽ നമുക്ക് റൂട്ട് അനുസരിച്ച് വ്യത്യാസം വരും. അപ്പം നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ ബാറ്ററി കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരാൾക്ക് 300 രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം നല്ല ദൂരത്തിൽ നടന്നെത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ ക്ഷേത്രം ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം എത്തുന്നു. പക്ഷേ ഇത്രയും അടുത്ത് നമ്മൾ കാണുന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ ഒരുപാട് ദൂരം നടന്നാണ് കേട്ടോ ശരിക്കും ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തുന്നത്. ഈ ഒരു വ്യൂ ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഒരു റൗണ്ട് കൂടി ഒന്ന് നടന്നെത്തുമ്പോൾ ക്ഷേത്രത്തിനടുത്തേക്ക് എത്തിയെന്ന്. പക്ഷേ അത് കഴിഞ്ഞും പിന്നും നമ്മൾ ഏകദേശം ഒരു 2-3 മണിക്കൂറൊക്കെ നടന്നിട്ടാണ് കേട്ടോ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ഈ ഒരു വ്യൂ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കുറേ ബിൽഡിംഗ് ഇങ്ങനെ വെച്ചിരിക്കുന്നു, അതിൽ ലൈറ്റൊക്കെ ഇട്ട് എന്തായിരുന്നു. പക്ഷെ അതിനുള്ളിലേക്ക് കയറുമ്പോഴാണ് ശരിക്കും അതെന്താണ്, ഒരു ഗുഹയ്ക്കുള്ളിലാണ് ക്ഷേത്രം, ദേവിയുടെ പ്രതിഷ്ഠ. പക്ഷെ അത് ഇങ്ങനെ കാണുമ്പോൾ നമുക്കതൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. അതിനകത്ത് കയറുമ്പോൾ വേറൊരു ലോകത്തിൽ എത്തുന്നത് തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മളിവിടെ എത്തി. ഇത് നമ്മൾ ക്ഷേത്രത്തിന് ഏകദേശം തൊട്ടടുത്തായിട്ട് തന്നെ എത്തിയിട്ടുള്ള ഒരു ഭാഗം കണ്ട. ഡോഗിയൊക്കെ ഇവിടെ റെസ്റ്റ് എടുക്കുക പാവം. അപ്പോൾ എത്രയോ ദൂരത്തു നിന്ന് ആൾക്കാരെയും കൊണ്ട് നടന്ന് കയറി വന്നത്. അതൊക്കെ അവരുടെയൊക്കെ കാര്യം കഷ്ടം തന്നെ അല്ലേ. 12:40 ആയപ്പോഴും ശരിക്കും നമ്മൾ ക്ഷേത്രത്തിന്റെ അവന്റെ ഏകദേശമെങ്കിലും അടുത്തുനിന്ന് എത്തിയത് കേട്ടോ. പിന്നെ ഈ ഒരു ലൈറ്റ് അടിപൊളിയാണ് കേട്ടോ നേരിട്ട് കാണാൻ. കാരണം ഒരു ലൈറ്റ് അല്ല, അതിങ്ങനെ ലൈറ്റ് കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനറിയാണ് കേട്ടോ. അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ നമ്മൾ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത ഭാഗത്ത് നിന്നും പിന്നും കുറച്ച് ദൂരം അധികം പോയിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് കേട്ടോ. ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ക്ഷേത്രത്തിലേക്ക് മൊബൈൽ ഫോൺസ്, ക്യാമറ, ഐപാഡ് തുടങ്ങിയ ഒരു ഇലക്ട്രിക് സാധനങ്ങളും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അതുപോലെ തന്നെ ലെതർ ആയിട്ടുള്ള ബെൽറ്റുകളൊന്നും നമുക്ക് ധരിക്കാൻ പറ്റത്തില്ല. നമ്മളെ പേഴ്സുകൾ, നമ്മളെ ബാഗ് ഒന്നും തന്നെ അതിനകത്ത് അലൗഡ് അല്ല. അതൊക്കെ വെക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ലോക്കറുകളും അവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം തികച്ച സൗജന്യമുണ്ട്. ലോക്കറുകൾ തികച്ച സൗജന്യം. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമ്മുടെ ലോക്കർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനുള്ളിലെ വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പുറമേ ഉള്ള വീഡിയോസ് മാത്രമേ നമുക്ക് അലൗഡ് ആയിട്ടുള്ളിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് അങ്ങനെയാണ് കടത്തി വിടുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ചെക്കിങ്ങിൽ നിൽക്കുന്ന സമയത്ത് ആർമിക്കാർക്ക് മുൻഗണന ഉണ്ട് കേട്ടോ. മുൻഗണന എന്ന് പറഞ്ഞാൽ നമുക്ക് ഗേറ്റ് നമ്പർ 3 എല്ലാവരും കയറി പോകുന്നത്. പക്ഷെ നമുക്ക് മുൻഗണന ഉള്ളത് കൊണ്ട് തന്നെ ഗേറ്റ് നമ്പർ 5 പോയാൽ നമുക്ക് തിരക്കില്ലാതെ ക്യൂവിൽ നിൽക്കാതെ അകത്തേക്ക് കയറാൻ കഴിയും കേട്ടോ. നമ്പർ 3 ചെക്കിങ്ങിന് നിന്നപ്പോൾ അവിടെ നിന്നൊരു മേഡമാണ് കേട്ടോ എന്നോട് ഈ കാര്യം പറഞ്ഞത്. ഹസ്ബൻഡ് ആർമിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഗേറ്റ് നമ്പർ 5 പോയാൽ മതി. നമ്പർ 5 പോയാൽ അവിടെ തിരക്കില്ല എന്നും ക്യൂവിൽ അധികം സമയം നിൽക്കാതെ തന്നെ കയറാമെന്നും ആ മേഡം എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 നിന്നും 5 പോയി. മേഡം പറഞ്ഞതുപോലെ തന്നെ വലിയ തിരക്കില്ലായിരുന്നു. ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറാൻ പറ്റി. ഉള്ളിൽ കണ്ട കാഴ്ച ശരിക്കും അത് എനിക്ക് വർണ്ണിക്കാൻ കഴിയില്ല. അതൊരിക്കലെങ്കിലും പോയി കണ്ടാൽ മാത്രമേ അതിനകത്ത് എന്താണെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും ഗുഹയ്ക്ക് അകത്തൂടെ പോയാണ് ദേവിമാരെ കാണേണ്ടത്. 3 ദേവിയാണ് കേട്ടോ അവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത്. അതൊക്കെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ കരുതുന്നു. ഇത്രയും ദൂരം വന്നും ഇത്രയും മലമുകളിൽ വന്ന് ഈ ഒരു ദേവിയെ കാണാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ കരുതുന്നു. പിന്നെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മലമുകളിൽ എപ്പോഴും നല്ല തണുത്ത ക്ലൈമറ്റ് ആയിരിക്കും. അപ്പം വരുന്ന സമയത്ത് അത്യാവശ്യം തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഡ്രസ്സൊക്കെ അത് ഇട്ടുകൊണ്ട് വരിക, അല്ലെങ്കിൽ കയ്യിൽ കരുതുക. ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മൾ മലയിലേക്ക് എത്തുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിന്ന് ഒരു 7 മണിക്കൂറുകളോളം നടന്നു വേണം മുകളിലേക്ക് എത്താൻ. ആ ഒരു ടൈമിൽ തണുപ്പുണ്ടെങ്കിൽ നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ ഇതുപോലുള്ള തണുപ്പ് തരുന്ന ഡ്രസ്സൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ പിന്നെ പ്രത്യേകിച്ച് പൂജകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പൂജകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ പൂജകളൊക്കെ പ്രധാനപ്പെട്ട പൂജകളും ആരതികളെയും കുറിച്ച് പറയണമെങ്കിൽ അട്ക ആരതി എന്ന് പറയുന്ന ആരതി രാവിലെയോ വൈകുന്നേരമോ ഉള്ള ഈ സെക്ഷനിൽ പങ്കെടുക്കാൻ ഒരാൾക്ക് 2000 രൂപയാണ് കേട്ടോ അവിടെ ഈടാക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധാ സുമൻ വിശേഷാൽ പൂജ
എന്ന് പറയുന്നത്. സാധാരണ ദിവസങ്ങളിൽ ഇതിൽ 2100 മുതൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളോ ഉത്സവ ദിവസങ്ങളിലോ ആണെങ്കിൽ ഇതിന് 35,000 രൂപ വരെ നിരക്കുകളിൽ വ്യത്യാസം വരാം. പിന്നെ നമ്മുടെ ഹെലികോപ്റ്റർ, ഞാൻ നേരത്തെ പറഞ്ഞ ഹെലികോപ്റ്റർ ടിക്കറ്റ്, പൂജ, താമസ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് നേരത്തെ തന്നെ ബുക്ക് ചെയ്യാനും പറ്റും. 60 ദിവസം മുമ്പ് തന്നെ ബുക്ക് ചെയ്ത്, അതായത് ഇതിനൊരു പ്രത്യേക വെബ്സൈറ്റ് ഉണ്ട് കേട്ടോ. SMVDSB എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് മുൻകൂട്ടി ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതാണ് മുകളിലേക്ക്, നമ്മുടെ ഭവനിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന റോപ്പ് വേ. ഇതിലാണ് 100 രൂപ വെച്ച് ഈടാക്കുന്നത്. നമ്മൾ അത്രയാണ് കേട്ടോ. 1:30 മണി കഴിഞ്ഞു അവിടെ നിന്ന്. എന്തായാലും എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ 1:30-2 മണി അടുപ്പിച്ചായി. പിന്നെ കുറച്ച് സമയം നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. ഒരു 6 മണി ആവുന്നത് വരെ നമ്മൾ അവിടെ തന്നെ ആയിരുന്നു. പിന്നെ 8:30 മണിക്കാണ് നമ്മൾ ഇലക്ട്രിക് വണ്ടിയുടെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അവിടെ ടിക്കറ്റ് എടുക്കാനുള്ള, ഇതൊക്കെ നേരത്തെ ബുക്ക് ചെയ്യാം കേട്ടോ. ടിക്കറ്റ് എടുക്കുന്ന കാര്യങ്ങളെല്ലാം നേരത്തെ ബുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ട് 8:30 മണി വരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ആ 8:30 മണിക്ക് കൗണ്ടർ സ്റ്റാർട്ടായി. പിന്നെ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇലക്ട്രിക് കാറിലാണ് താഴേക്ക് പോയത്. ടിക്കറ്റ് എടുത്ത് പിന്നെ നമ്മളെ വണ്ടി പോയി. നമുക്ക് ഓരോ വണ്ടിക്കും നമ്പേഴ്സ് ഉണ്ട്, അതനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം നമ്മളുടെ വണ്ടി വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് 9 മണിയായാണ് നമ്മൾ കാറിൽ കയറിയത് കേട്ടോ. അതിൽ കയറി നമ്മുടെ ഏകദേശം ഒരു 4-5 കിലോമീറ്ററോളം നമ്മൾ കവർ ചെയ്തു, നടക്കേണ്ടി വന്നില്ല. അതിനുശേഷം പിന്നെ നമ്മൾ നടന്നാണ് താഴേക്ക് പോയത്. അതുവരെ നമ്മളെ വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. അതാണ് കേട്ടോ ടിക്കറ്റ്, ഇലക്ട്രിക് വണ്ടിയുടെ ടിക്കറ്റ് അതാണ്. അപ്പം നമ്മളിതാ ഇലക്ട്രിക് കാറിൽ കയറി യാത്ര ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ രാത്രി അങ്ങോട്ട് കയറിയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് വ്യൂസൊക്കെ നമ്മൾ കണ്ട്, ബാക്കി പിന്നെ അങ്ങോട്ട് കയറുമ്പോൾ നല്ല ഇരുട്ട് വീഴുന്നത് കൊണ്ട് നമ്മൾ കയറിയ വഴിയിൽ ലൈറ്റ് വെട്ടം മാത്രമേ കാണുന്നത്. സൈഡിലോട്ടുള്ള വ്യൂസ് ഒന്നും അറിയാൻ വയ്യായിരുന്നു. അപ്പോൾ എന്താണ് ഏതാണ് ഒന്നും. പക്ഷെ കയറും തോറും നല്ല കാറ്റും തണുപ്പൊക്കെ കൂടി വന്നപ്പോൾ പേടി തോന്നുന്ന ഒരു അന്തരീക്ഷം നമുക്കുണ്ടായി. പക്ഷെ നമ്മൾ ഈ ക്ഷേത്രത്തിലേക്കുള്ള പോകുന്ന ആ ഒരു ഇതായതുകൊണ്ട് നമുക്ക് അത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കില്ല. ഇടയ്ക്കൊന്ന് ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കാറ്റൊക്കെ വീശുമ്പോൾ നമുക്കൊരു പേടി പോലെ തോന്നും. കാരണം നമ്മൾ വേറെ ഏതോ നല്ല ഹൈറ്റിൽ നിൽക്കുന്ന ഫീല് നമുക്കുണ്ടാകും. പക്ഷെ ഈ ഒരു കാറിൽ വന്നപ്പോഴാണ് ശരിക്കും ആ പേടി തോന്നി കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ പോകുന്നതിൻ്റെ തൊട്ട് താഴെ അഗാധമായ കുഴിയും ഗർത്തവും. നമുക്കത് വണ്ടിയിലിരിക്കുമ്പോൾ ദൈവമേ എത്രയും പെട്ടെന്ന് താഴെ നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തിയാൽ മതി എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും ദൂരെയാണല്ലോ നമ്മൾ രാത്രി കയറി പോയത്. രാത്രി കയറിയ സമയത്ത് ഇതൊന്നും അറിഞ്ഞിരുന്നില്ല, ഈ ഒരു വ്യൂ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ പേടിച്ചേനെ. അത് പേടിച്ചേനെന്ന് പറയാൻ കാരണം രാത്രി നമ്മൾ ഭവനിൽ കയറിയിട്ട് ദേവിയൊക്കെ കണ്ട് തൊഴുതിറങ്ങിയതിന് ശേഷം തിരിച്ച് നമ്മൾ അതുപോലൊരു താഴ്ചയിൽ സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക്, അത് ശിവന്റെ ഗുഹ, ആ ഒരു ഭാഗത്ത് കൂടി ഇറങ്ങിയ സമയത്ത് സത്യം പറഞ്ഞാൽ നടന്നിട്ട് കാലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവിടെ പോയതല്ലേ മിസ്സാക്കണ്ടെന്ന് കരുതിയിട്ട് ആ നിന്ന ഭാഗത്തുനിന്ന് വീണ്ടും ഒരു ഏകദേശം കുറേ സ്റ്റെപ്പ് ഇറങ്ങി വേണം ആ ഗുഹയുടെ അവിടെ വരാൻ. അവിടെ വന്ന സമയത്ത് അങ്ങോട്ട് നോക്കുമ്പോൾ ഫുള്ള് ഇരുട്ടാം. പക്ഷെ നമുക്കിങ്ങനെ ഇങ്ങനെ എന്തോ പോലെ ഫ്രണ്ടിൽ നിൽക്കുന്ന കാണാം. അപ്പൊ നമുക്ക് നല്ല പേടി തോന്നുക. ഫുള്ള് ഇരുട്ടും തണുത്ത കാറ്റും, ഇത് വലിയൊരു നിഗൂഢമായിട്ടുള്ള ഒരു ഏരിയയിൽ നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. തൊട്ട് ഫ്രണ്ടിൽ ഇത്രയും വലിയൊരു താഴ്ചയാണെന്ന് നമുക്കത് മനസ്സിലാവും. കാറ്റും കോടയും ആ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ ഫുള്ള് ഇരുട്ടും കാണുമ്പോൾ നമ്മൾ ഏതോ ഒരു വലിയ കുഴിയിൽ ചെന്ന് നിൽക്കുന്ന ഒരു ഫീല് തന്നെയായിരുന്നു. പക്ഷെ രാവിലെയാണ് അത് കണ്ടിരുന്നെങ്കിൽ ശരിക്കും ഞാൻ പേടിച്ചേനെ. എന്നിട്ട് ആ ഗുഹയിലേക്ക് പോയപ്പോൾ ഉള്ളൊരു അനുഭവം എന്ന് വെച്ചാൽ, അത് സത്യം പറഞ്ഞാൽ അവിടെ നാച്ചുറലായിട്ട് വരുന്ന വാട്ടറാണ് കേട്ടോ. ഒരു ഗുഹയ്ക്കുള്ളിൽ ശിവലിംഗം ഉണ്ട്. അവിടെ നിന്ന് ശരിക്കും ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം പോവുക. ആ വെള്ളത്തിനൊക്കെ എന്താ തണുപ്പെന്നറിയാം, നല്ല തണുപ്പാണ്. പാറയ്ക്കുള്ളിൽ നിന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ട് തന്നെ ഫുൾ തണുപ്പാണ്. അതുപോലെ തന്നെ ദേവിമാരുടെ ഭവനിൽ കയറുമ്പോഴും അവിടെയും ഇതുപോലെ സൈഡിൽ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള വാട്ടർ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് തൊടാനൊന്നും പറ്റില്ല. പക്ഷേ ഈ ശിവഗുഹയിൽ പോകുന്ന സമയത്ത് നമ്മൾ നടക്കുന്ന വഴി തന്നെ ഇതുപോലെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് അത് ചവിട്ടുമ്പോഴും നമ്മൾ ആ തൊടുമ്പോഴും നമുക്ക് ആ വെള്ളത്തിന്റെ തണുപ്പ്, നല്ല തണുപ്പാണ് കേട്ടോ. അത് ശരിക്കും പാറയ്ക്ക് അകത്താണ് കയറി പോകുന്നത്. ഇത് ദേവിമാരുടെ ഭവനിലും നമ്മൾ പാറയ്ക്കകത്ത് ഗുഹയിലൂടെയാണ് കയറി പോകുന്നത്. അപ്പോൾ ഇതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ ബിൽഡിങ് പോലെ തോന്നത്തുള്ളൂ. പക്ഷേ അതിനകത്ത് കയറുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക, അത് വേറൊരു ലോകമായിട്ട് തന്നെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും ദൂരത്ത് വന്ന് ഇങ്ങനെ ഒരു ക്ഷേത്രം കാണാൻ പറ്റിയതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഞാനിങ്ങനെ പേടിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ച് പ്രാർത്ഥന തന്നെയായിരുന്നു. എത്രയും പെട്ടെന്ന് താഴെ ഒന്ന് എത്തിയാൽ മതി, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ മതി, എന്താ നമ്മൾ വന്ന വഴിയാണ് കാണുന്നത്.
വെച്ചേക്കുന്നത്. അത്രയും പാറയുടെ അറ്റത്ത് കൊണ്ടുവച്ചാൽ ഈ വഴിയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു സുരക്ഷിതമൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു യാത്രയാണ് കേട്ടോ. അവിടെ നമ്മൾ പോകുന്ന വഴി എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്, ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന സ്ഥലമാണ്, കെയർഫുൾ ആയിരിക്കണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും പറ്റിയോ? ഒന്നും ചെയ്യത്തില്ല. ആ വഴി കണ്ടു, അത്രയും പാറയുടെ സൈഡിൽ കൂടെ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ വണ്ടി പോകുന്നതും ആൾക്കാർ കയറുന്നതും എല്ലാം ഈ ഒരു വഴി തന്നെയാണ്. അവിടെ പിന്നെ തീരെ വയ്യാത്തവരെയൊക്കെ 2-3 ആൾക്കാർ ചേർന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഒരു ട്രോളി പോലത്തെ ഒരു സംഭവം, ട്രോളി എന്നല്ല തന്നെ പറയാം, എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ തൂക്കിക്കൊണ്ട് പോകുന്നൊരിതുണ്ടല്ലോ, ഇരുത്തിക്കൊണ്ട് ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഒരു 4 പേരാണ് കേട്ടോ അത് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയും ഒരുപാട് പേര് കയറി പോകുന്നുണ്ട് കേട്ടോ. തീരെ വയ്യാത്ത അമ്മമാരൊക്കെ അതിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അങ്ങനെയും അതൊക്കെ കാശ് മുടക്കിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നില്ലേ, അപ്പോൾ അവർക്ക് എന്തായാലും കിട്ടണ്ടേ. എനിക്ക് തോന്നുന്നു അതെന്തായാലും ഒരു 5000 രൂപയ്ക്ക് അകത്തായിരിക്കും വരുന്നത്. 4 പേര് നിൽക്കുമ്പോൾ എന്തായാലും ഒരാൾക്ക് 1000 രൂപ വെച്ചെങ്കിലും ആവത്തില്ലേ കൂലി എന്ന് പറയുമ്പോൾ. അപ്പം 4 പേരാണെങ്കിൽ ഒരു 4000 രൂപ വരും. അപ്പോൾ അതിൽ കൂടുതലില്ലെന്ന് എനിക്കറിയത്തില്ല, ഞാനൊരു ഊഹമാണ് പറഞ്ഞു. ഞങ്ങൾ അതിൻ്റെ റേറ്റ് ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ 24 മണിക്കൂറും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അതിന് ക്ഷേത്രത്തിന് പ്രത്യേകിച്ച് ക്ഷേത്രം അടയ്ക്കുന്ന സമയം അങ്ങനെ ഒന്നുമില്ല, എപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു കാഴ്ച സത്യം പറഞ്ഞാൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ. ഇവിടേക്കുള്ള യാത്രയും അവിടെ കണ്ട കാഴ്ചകളൊക്കെ. ഇവിടെയൊക്കെ തന്നെ ഇടയ്ക്കൊക്കെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വന്നിട്ട് ഇവിടെ വന്ന് കയറാതെ പോയി കഴിഞ്ഞാൽ ശരിക്കും ഒരു നഷ്ടം തന്നെയാണ്. ഇവിടേക്ക് മാത്രമായിട്ടൊന്നും ഇനി ഒരിക്കലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോഴൊക്കെയല്ലേ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ പിന്നെ ഈ ഒരു കാറിൽ തന്നെ നമുക്ക് ഈ കാറ് പോകുന്നത് കട്ടറയിലോട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് കട്ടറയിലോട്ടല്ല പോകാനുള്ളത്, ഞങ്ങളെ വണ്ടി നിൽക്കുന്നത് വേറൊരു റൂട്ടിലാണ്. അപ്പോൾ ഞങ്ങളിവിടെ പകുതി വഴി ഇറങ്ങുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും തിരിച്ച് നടന്നിറങ്ങുകയാണ് ചെയ്തത്. നടന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് വഴിയാണ് കേട്ടോ, കുറച്ച് ദൂരം അല്ല സ്ലോപ്പിൽ നടന്നിട്ട് പിന്നെ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങാമെന്ന് പറഞ്ഞു. സ്റ്റോപ്പിൽ കൂടെ തന്നെ സ്റ്റോപ്പിൻ്റെ സൈഡിൽ സ്റ്റെപ്പിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ആ സ്റ്റെപ്പിൽ കൂടെ നമുക്ക് കയറാം. സ്റ്റെപ്പ് വഴി കയറണമെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം കുറയുമെന്ന്, കാരണം സ്ലോപ്പ് കുറച്ചുകൂടെ ലെങ്തി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം സ്റ്റെപ്പാണ് കുറച്ചുകൂടെ ഈ ദൂരം നമുക്ക് അല്ലെങ്കിൽ സമയം കുറച്ച് കയറാൻ പറ്റുന്നത് സ്റ്റെപ്പ് വഴിയാണ്. പക്ഷേ അത് എല്ലാവർക്കും സ്റ്റെപ്പ് കയറാൻ പറ്റുമെന്നില്ല. കാലിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്റ്റെപ്പ് കയറുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പെട്ടെന്ന് നടന്ന് കയറാൻ പറ്റുന്നവർക്ക് സ്റ്റെപ്പ് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പം എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ലോപ്പിൽ നമ്മൾ കയറിയത്. അപ്പോൾ ഈ തിരിച്ചിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല, നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അതുവഴി കയറി നമുക്ക് സ്റ്റെപ്പും കൂടി ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ സ്റ്റെപ്പ് വഴിയാണ് കേട്ടോ കൂടുതൽ ഇറങ്ങിയത്. അപ്പം ഞാൻ പറഞ്ഞ എന്തായാലും അതുവഴിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാമല്ലോ, സ്ലോപ്പ് വഴി പോകുമ്പോൾ ഉള്ള കാഴ്ച ആയിരിക്കത്തില്ലല്ലോ സ്റ്റെപ്പ് വഴി പോകുമ്പോൾ. അങ്ങനെ തിരിച്ച് ഇനി ഈ കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ സ്ലോപ്പ് കുറച്ച് ദൂരം സ്ലോപ്പിലൂടെ പോയിട്ട് പിന്നെ സ്റ്റെപ്പിലൂടെ ഇറങ്ങി. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചിറങ്ങിയ സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലങ്കാറിൽ തന്നെയാണ് കേട്ടോ കയറിയത്. അവിടെ ഇതുപോലെ 24 hours ഫുഡ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ ചെന്നാലും നമുക്ക് ഫുഡ് കിട്ടും. നല്ല ഫുഡാണ് കേട്ടോ. നല്ല ചോറും ദാൽ കറിയും മത്തങ്ങ വെച്ചിട്ടുള്ള ഒരു സൂപ്പർ കറിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നമ്മുടെ എത്ര വേണമെങ്കിലും തരും കേട്ടോ, പക്ഷെ നമ്മൾ അത് വേസ്റ്റ് ആക്കാൻ പാടില്ല കേട്ടോ. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ക്ഷേത്രത്തിലെ അന്നദാനം കൂടിയാണ്. അത്രയും സൗജന്യമായിട്ട് തരുമ്പോൾ നമ്മൾ വെറുതെ വാങ്ങിച്ച് കളയാൻ പാടില്ല. നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കുക, വേണമെങ്കിൽ രണ്ടാമത് വാങ്ങിക്കുക. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ 2 തവണ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കറക്റ്റ് തന്നെയാണ് തരുന്നത്. അപ്പം നമുക്ക് ആ ഒരു തവണ തരുന്നത് തന്നെ നമുക്ക് കറക്റ്റ് ആയിരിക്കും, നമ്മുടെ വിശപ്പിനുള്ളതാവും. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഒന്നുകൂടെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വഴിയൊക്കെ കണ്ടു, നമ്മൾ പോകുന്ന അതുവഴി ഇന്നലെ രാത്രി ഫുള്ള് നടന്ന് കയറിയത്. ഇപ്പോഴും ഓരോരുത്തർ അങ്ങോട്ട് കയറുന്നതാണ്. അപ്പോൾ നമ്മളും ഈ വഴിയാണല്ലോ കയറിയെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ കയറിയല്ലോ, കയറാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഞാൻ കയറിയപ്പോൾ എനിക്ക് എന്നോട് തന്നെ നല്ലൊരു അഭിമാനം തോന്നി. കാരണം ഇത്രയും ദൂരം ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലയളവിൽ ഞാൻ നടന്നിട്ടില്ല. അതും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരുപാട് ഞാൻ വിചാരിച്ചു കയറാമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഞാൻ വിചാരിച്ചു ചിലപ്പോൾ തളർന്നു പോയാലോ, നടക്കുന്നതല്ലേ ഇത്രയും ദൂരം, അത് മലമുകളിലാണ്. പക്ഷെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ലാസ്റ്റ് ഒരു 10-11 മണി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കാലിന് ശരിക്കും ഒരു വേദന പോലെ തുടങ്ങി. അതുവരെ ഞാൻ നല്ല രീതിക്ക് ബുദ്ധിമുട്ടില്ലാതെ തന്നെ നടന്നു, ആരെയും ഹെൽപ്പൊന്നും ഇല്ലാതെ തന്നെ നടന്നു കേട്ടോ. അത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെ ഇതുപോലെ റെസ്റ്റ് എടുക്കാനിരുന്ന സമയത്ത് നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെയൊക്കെ ആയപ്പോഴത്തേക്ക് അവർക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ, പാവം മക്കൾ. അതുകൊണ്ടും കൂടിയാണ് നമ്മൾക്ക് തിരിച്ച് ഇലക്ട്രിക് വണ്ടിയിൽ വരാമെന്ന് വിചാരിച്ചത്. അവരെ അങ്ങോട്ട് ഫുള്ള് നടന്നതല്ലേ, അപ്പോൾ തിരിച്ചെങ്കിലും അവരെ കുറച്ച് ദൂരമെങ്കിലും അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ കാറ് എടുത്തത് കേട്ടോ, ഇലക്ട്രിക് വണ്ടിയിൽ വരാൻ തീരുമാനിച്ചത്.
അപ്പോൾ അത് കുറച്ച് ദൂരം നമുക്ക് നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റിയൊരു 4-5 കിലോമീറ്ററോളം നമ്മൾ കാറിൽ വന്നതുകൊണ്ട് അത്രയും ദൂരം നമുക്ക് നടക്കേണ്ടി വന്നില്ല. പറഞ്ഞാൽ ഇന്നലെ രാത്രി നമ്മൾ നടന്നു പോയ സമയത്ത് ഞങ്ങളൊന്നും അറിഞ്ഞില്ല. നടന്നു പോകുന്ന ആ ഒരു ഇടയ്ക്കൊക്കെ ഒരു ക്ഷീണം, ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഈ സ്ഥലം എങ്ങനെയാണെന്നൊന്നും കാണാൻ പറ്റത്തുണ്ട്. ആ ഒരു പേടി അധികം വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ശരിക്കും ഈ ഒരു ഇലക്ട്രിക് കാറിൽ കയറി ഇരുന്നപ്പോൾ എങ്ങനെയെങ്കിലും നമ്മുടെ സ്ഥലത്തൊന്ന് എത്തിയാൽ മതി, നമ്മുടെ വണ്ടി കിടക്കുന്നിടത്തേക്ക് ഒന്ന് എത്തിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയെ പ്രാർത്ഥിച്ചാണ് കേട്ടോ. സത്യം പറയാലോ പേടിയായിട്ട് വയ്യായിരുന്നു. അതിൽ കയറിയുമ്പോൾ ഇത്രയും സ്പീഡിനത് പോകും, നല്ല സ്പീഡിനാണ് കേട്ടോ അത് പോകുന്നത്. അതും ഈ എൻഡിലൂടെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പേടി തോന്നിയായിരുന്നു കേട്ടോ. എത്രയും പെട്ടെന്ന് അങ്ങ് താഴെ എത്തിയാൽ മതി, ഇതിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് പ്രാർത്ഥിച്ചാൽ ഞാനായിരുന്നു അതിൽ. ഞാൻ ആ ഒരു ഇതിൻ്റെ ആ സൈഡിലായിട്ട് അവിടെയാണ് ഞാനിരുന്നത്. അപ്പോൾ എനിക്ക് ഈ താഴോട്ട് നോക്കും തോറും, ഈ താഴ്ച കാണും തോറും എനിക്ക് ഭയങ്കരമായിട്ട് തലകറങ്ങുന്ന പോലെയൊക്കെ തോന്നി. ഈ വണ്ടിയുടെ സ്പീഡും താഴോട്ട് നോക്കുമ്പോൾ ഒരു പേടിയും വല്ലാത്തൊരു ഇതായിരുന്നു കേട്ടോ. നടന്നു പോയപ്പോൾ ഒന്നും അറിഞ്ഞില്ല. സത്യം നടന്നു പോകാനായിരുന്നു കുറച്ചുകൂടെ ഈസി എന്ന് എനിക്ക് വണ്ടി കയറിയപ്പോഴായിരുന്നു കുറച്ചുകൂടെ പാടായിട്ട് എനിക്ക് തോന്നിയത്. എന്തായാലും വണ്ടിയിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലം കുറച്ചുകൂടെ താഴേക്കാണ് കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു വഴിയിലേക്ക് വീണ്ടും നമ്മൾ നടന്നാണ് ഇറങ്ങുന്നത്. ഈ വണ്ടിയിൽ വന്ന ഭാഗത്തൊക്കെ ഇന്നലെ ഫുള്ള് താഴേന്ന് ഫുള്ള് ഭവൻ വരെ നമ്മൾ നടന്ന് തന്നെയാണ് കയറിയത് കേട്ടോ. തിരിച്ച് തീരെ വയ്യാതായതുകൊണ്ടാണ്, മക്കൾക്കൊന്നും ഒട്ടും വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ അത്രയും ദൂരമെങ്കിലും നമ്മൾ വണ്ടിയിൽ വരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ദൂരം താഴേക്ക് ഇതുപോലെ വന്നിട്ട് സ്റ്റെപ്പ് ഇറങ്ങിയാണ് കേട്ടോ താഴേക്ക് പോയത്. അങ്ങോട്ട് പോയപ്പോൾ സ്ലോപ്പ് വഴി കയറി പോയതുകൊണ്ട്, സ്ലോപ്പ് വഴി നമ്മൾ നടന്ന് കയറിയതുകൊണ്ട് തന്നെ തിരിച്ച് സ്റ്റെപ്പ് വഴി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാമല്ലോ. അത് അത് തന്നെ. ഇലക്ട്രിക് കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ച് ദൂരം ഇതുപോലെ നടന്നതിന് ശേഷമാണ് നമ്മൾ സ്റ്റെപ്പിൻ്റെ അടുത്തേക്ക് എത്തിയത്. സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ ആദ്യമേ തന്നെ സ്റ്റെപ്പിലേക്ക് തിരിച്ചിറങ്ങുമ്പോൾ സ്റ്റെപ്പിൽ വഴി ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും അങ്ങോട്ട് കയറിയത് ഈ സ്ലോപ്പ് വഴിയാണല്ലോ, സ്ലോപ്പ് വഴി നടന്ന് കയറാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും തിരിച്ചിറങ്ങുമ്പോൾ സ്റ്റെപ്പ് വഴി ഇറങ്ങാം.
അപ്പോൾ ആ ഒരു സൈഡിലുള്ള കാഴ്ചകളോട് നമുക്ക് കാണാമല്ലോ അവിടെ എന്തായിരിക്കുമെന്ന്. പിന്നെ പോകുന്ന വഴിക്ക് ഇതുപോലെ കുറച്ച് സെൽഫികളും വീഡിയോസൊക്കെ എടുത്തെടുത്താണ് പോയത്. അപ്പോൾ പിള്ളേർക്ക് ഒരു മടുപ്പ് തോന്നത്തില്ലല്ലോ. അവർക്കും നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കുറച്ച് ദൂരം നമ്മൾ വണ്ടിയിൽ വന്നെങ്കിൽ പോലും അവർ കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് കാലൊക്കെ വേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇരുന്നും സെൽഫിയൊക്കെ എടുത്തും കുറച്ച് അങ്ങനെയൊക്കെ ഞങ്ങൾ പതുക്കെ പതുക്കെ നടന്ന് താഴേക്ക് ഇറങ്ങിയത് കേട്ടോ. ഈ ഒരു വ്യൂ സൂപ്പറല്ലേ, നേരിട്ടാണ് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ഭംഗിയുണ്ടായിരുന്നു ആ ഒരു സ്ഥലം. അപ്പോൾ കുറച്ച് പേരൊക്കെ തിരിച്ച് സ്റ്റെപ്പ് വഴി ഇറങ്ങുന്നതിനുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചിറങ്ങുന്നതിൽ കൂടുതൽ പേര് സ്റ്റെപ്പ് വഴി തന്നെയാണ് ഇറങ്ങിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ പതുക്കെ പതുക്കെ തന്നെയാണ് ഇറങ്ങി പോയത്. അധികം ഞങ്ങൾ വലിയ സ്പീഡിലോട്ടൊന്നും ഇറങ്ങാൻ ശ്രമിച്ചില്ല. നമ്മളെന്തായാലും പോയി ദേവിയെ കണ്ട് തൊഴുത് വന്നതാണല്ലോ. അപ്പോൾ പിന്നെ പതുക്കെ തന്നെ താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അധികം സ്പീഡിലൊന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കാലിന് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കുക, പിന്നെ നമുക്ക് ഒരുപാട് ദൂരം ഇനിയും നടക്കാനുള്ളതല്ലേ. അതുകൊണ്ട് പതിയെ പതിയെ തന്നെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെയാണ് നമ്മൾ താഴോട്ട് ഇറങ്ങിയത് കേട്ടോ. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്, എന്നാലും തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ. പക്ഷേ ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സന്തോഷം തോന്നുന്ന മറ്റൊരു കാര്യം, നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ കയറി പോകുമ്പോൾ താഴോട്ടുള്ള കാഴ്ചകളെല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് കാണും. പക്ഷെ തിരിച്ചിറങ്ങുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ ഈ അന്ന് കണ്ടുപോയ കാഴ്ചകളൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് കണ്ട കാഴ്ചകളൊക്കെ കുറച്ചുകൂടെ വലുതായി വരുന്നു. ഓരോ സ്ഥലത്തും നമ്മളിങ്ങനെ ഇറങ്ങി വരുന്തോറും ആ കാഴ്ചകളൊക്കെ നമ്മൾ നല്ല വലുതായിട്ട് കാണുമ്പോൾ നമ്മൾ അതിനടുത്തേക്ക് എത്തുക എന്നുള്ളൊരു ശുഭപ്രതീക്ഷ ഉണ്ടല്ലോ. ആ ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം എത്തുമെന്ന്. എന്തായാലും വളരെ ഇത് കണ്ട് നമ്മൾ പോയി വന്ന ആ വഴികളാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ ഇത്രയും ദൂരം ഇങ്ങനെ താഴെ എത്തിയത്. ഇനിയും കുറച്ച് ദൂരം കൂടി നമുക്ക് പോകാനുണ്ട്. അപ്പം ഈ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോൾ നല്ല നമുക്ക് എന്തോ മനസ്സിന് സന്തോഷം തന്നെ. നമ്മൾ ദൂരെ നിന്ന് കണ്ട് ഒരു ചെറിയ വര പോലെ കണ്ടതാണ്. പിന്നെ അടുത്തടുത്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതെല്ലാം കുറച്ചുകൂടെ അടുത്തായിട്ട് കാണുമ്പോൾ നമുക്ക് നമ്മൾ എത്താറായല്ലോ എന്നുള്ളൊരിതാണ്. അപ്പം നമുക്ക് ആ ഒരു യാത്രാ ക്ഷീണമൊന്നും തോന്നത്തില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ഇരിക്കാനും പിന്നെ കുറച്ച് സെൽഫി പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ നമ്മൾ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് പതുക്കെ താഴേക്ക് ഇറങ്ങിയത് കേട്ടോ. അവിടെയാണ് വണ്ടി കിടന്ന് ഓടണല്ലേ. ഇപ്പൊ ലൈവാണോ? അമ്മ ഇവിടെ എത്തിയപ്പോഴാ ട്രെയിൻ ട്രാക്ക് കണ്ട. ഉറുമ്പ് പോകും പോലെ ഉണ്ട്. വണ്ടിയിൽ പോകുന്നുണ്ടോ? ഇത് റെയിൽവേ പാളം. വണ്ടിയിൽ പോകണ്ട് ഉറുമ്പ് പോകുമ്പോൾ നിരങ്ങി പോകണല്ലേ. നമ്മളെങ്ങോട്ട് ഇറങ്ങണത്? മതി നോക്കി വരാം. ഓ വാ 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 വാ. ഹെലികോപ്റ്റർ പോകണം, കാണുന്നുണ്ടോ എന്തോ. നമ്മൾ മെയിൻ ഗേറ്റ് എത്തി അല്ലേ? മെയിൻ ഗേറ്റ് എത്തിയില്ലേ?
വാ താഴെ പുഴയാണ് ഞാൻ വാ ഇറങ്ങി വാ എന്നെ പിടിച്ചോ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് ഹെലികോപ്റ്ററിൻ്റെ ആണ് കേട്ടോ. ഇത് ഖത്തറിൽ നിന്ന് ഭവനിലേക്ക് പോകുന്ന യാത്രക്കാരെയും കൊണ്ട് പോകുന്ന ഹെലികോപ്റ്ററാണ് കേട്ടോ. ഇതിങ്ങനെ രാവിലെ മുതലാണ് അങ്ങോട്ടേക്ക് ഹെലികോപ്റ്റർ സർവീസ് ഉള്ളത്. രാത്രിയൊന്നും ഇല്ല കേട്ടോ, രാവിലെ മാത്രമേ ഹെലികോപ്റ്റർ സർവീസ് അവൈലബിൾ ആയിട്ടുള്ളൂ. മുന്നേ ഞാൻ പറഞ്ഞതുപോലെ ഇത് പ്രീ ബുക്ക് ചെയ്യാം. ഈ ഇറങ്ങി വരുന്ന സ്റ്റെപ്പിന് രണ്ട് സൈഡും ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അതുപോലെ തന്നെ രണ്ട് സൈഡിലും നമുക്ക് പിടിക്കാനുള്ള പിടി ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. തടി പോലെ തോന്നുന്നുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല തടിയാണെന്ന് തോന്നുന്നില്ല കേട്ടോ. തടി പോലെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മോഡലിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഇറങ്ങുന്ന ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് സ്റ്റെപ്പില്ല, സ്ലോപ്പ് വഴി തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലുള്ള ആ ഒരു പാസേജ് വഴി തന്നെ നടന്നിറങ്ങണം. അപ്പോൾ സ്റ്റെപ്പ് വഴി ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈസി ആയിരുന്നു തോന്നുന്നു. അങ്ങോട്ട് കയറാൻ എനിക്ക് ബുദ്ധിമുട്ട് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്റ്റെപ്പ് കയറാതിരുന്നത്. സ്റ്റെപ്പ് കയറാൻ കോൺഫിഡൻ്റ് ഉള്ളവരും എളുപ്പമാണെന്ന് തോന്നുന്നവർക്കും സ്റ്റെപ്പ് തന്നെയായിരിക്കും കുറച്ചുകൂടി പെട്ടെന്ന് എത്താനും ഉള്ളൊരു വഴി അത് തന്നെയായിരിക്കും കേട്ടോ. കുറച്ചുകൂടെ സ്റ്റെപ്പ് ദൂരം കുറയ്ക്കും. ഈ സ്ലോപ്പ് വഴി ഇതുപോലെ കയറി പോകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള വഴി ആയിരിക്കും. സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നും കുറച്ച് ദൂരം കൂടി ഞങ്ങൾക്ക് നടക്കേണ്ടി വന്നു. ഏകദേശം ഒരു 12:30 മണിയായപ്പോൾ ഞങ്ങൾ മെയിൻ ഗേറ്റിനടുത്ത് എത്തി കേട്ടോ. ഞങ്ങളുടെ കാറ് കിടക്കുന്ന സ്ഥലത്തു നിന്നും നമ്മൾ എവിടെയാണോ നമ്മുടെ യാത്ര കാർഡ് എടുത്തത് അവിടെ എത്തി നമ്മൾ യാത്രാ കാർഡൊക്കെ തിരിച്ചു കൊടുത്തു. എന്തായാലും ഈ ഒരു യാത്ര ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.